നമസ്കാരം, ഞാൻ ഹരിപ്രസാദ് SK ബയോഗ്രാഫം വാണിയംകുളം. നാംഡോക്മായി ഗോൾഡും ഗ്രീനും ഒരുമിച്ച് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ രുചിയൊക്കെ നോക്കാം. ഇത് ഗോൾഡാണ്. ഉണ്ടായി വരുമ്പോൾ തന്നെ ഈ കളറാണ്. പിന്നെ പഴുത്താൽ നമുക്കിങ്ങനെ ഞെക്ക് കൊള്ളുമ്പോഴാണ് അറിയാം പഴുത്തു എന്നുള്ളത്. ഞെക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമാണ് അറിയുന്നുള്ളൂ. പിന്നെ ഗ്രീനാണെങ്കിൽ ഉണ്ടാകുമ്പോൾ പച്ച കളറാണ്. പഴുത്ത് കഴിയുമ്പോൾ ചെറിയൊരു നിറവ്യത്യാസം വരും. നമുക്ക് കണ്ടാൽ തന്നെ പഴുത്തെന്ന് മനസ്സിലാവും. പിന്നെ ഞെക്ക് കൊള്ളുകയും ചെയ്യും. ഇതും ഗോൾഡ് തന്നെയാണ്. നല്ല പഴുത്തിട്ടുണ്ട്. അടി കേടുവന്ന് പോയി ചെറുങ്ങനെ. നമുക്കിതിൻ്റെ മധുരമൊക്കെ നോക്കാം. ഇത് ഗ്രീനാണ്. ഇത് ഗോൾഡ്. ആദ്യം ഗ്രീനിൻ്റെ മധുരം നമുക്ക് നോക്കാം. $25 ബ്രിക്സാണ് മധുരം കാണിക്കുന്നത്. ഗ്രീൻ കേട്ടോ, നാംഡോക്മായി ഗ്രീൻ 25 ബ്രിക്സ് മധുരം കാണിക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡ് നമുക്ക് നോക്കാം, എന്നിട്ട് കഴിച്ചു നോക്കാം. $24 കാണിക്കുന്നത്. ഇനി രണ്ടൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. രണ്ടും ഞാൻ കഴിച്ചു നോക്കി. രണ്ടും ഒരേ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. 25 ബ്രിക്സ് 24 ബ്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ മധുരത്തിൽ ഞാൻ ഒരു വ്യത്യാസം തോന്നില്ല. പിന്നെ കാര്യമായൊരു ഫ്ലേവറൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നല്ല മധുരം. ഇത് ഈ മാങ്ങ ഇത്രയും പഴുക്കാതെ കഴിക്കുകയാണ് നല്ലതാണ് എൻ്റെ ഒരു അനുഭവം. അതായത് കുറച്ചും കൂടി ചനച്ച് വരുമ്പം പഴുപ്പങ്ങ് തട്ടുമ്പോഴേക്കും കഴിക്കുക, ചനച്ച് വരുമ്പോൾ കഴിക്കുക. അപ്പോൾ എന്നാൽ ഇത്ര മധുരം ഫീൽ ചെയ്യില്ല. ഇത് 25 ബ്രിക്സൊക്കെയാണ് 24 ബ്രിക്സൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും അതിനേക്കാൾ ഓവർ മധുരമാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര മധുരം ഫീൽ ചെയ്യാം. ടേസ്റ്റ് ഉണ്ട്, മോശമല്ല. എന്നാൽ ഇന്ത്യൻ മാങ്ങകളുടെ അത്രയും ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യില്ല. കുറേ മാങ്ങ നമുക്ക് ഒരുമിച്ച് കഴിക്കാനാവില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല പഴുപ്പായിട്ടില്ല, ചെറിയൊരു പഴുപ്പായിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്തിലൊക്കെ കഴിക്കുക ഏറ്റവും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ചനച്ച് വരുന്ന മാങ്ങ ആദ്യം കഴിച്ചിരുന്നു. അത് നല്ല രസമായിട്ട് നമുക്ക് തോന്നി. ഇതിനേക്കാളും ഇത്രയും പഴുപ്പാവുന്ന മാങ്ങയെക്കാളും ചനച്ച് വരുന്ന മാങ്ങ കൂടുതൽ രുചിയുള്ളത്. എന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയും മധുരം ഫീൽ ചെയ്യില്ല. അപ്പോഴേക്കും നമുക്ക് നല്ല രസമുണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇത്രയും കൂടി മധുരം കുറഞ്ഞിട്ടുള്ള സമയത്ത് കഴിക്കുകയും കൂടുതൽ നന്നാവുകയെന്ന് തോന്നുന്നു. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. മോശമൊന്നും പറയാനില്ല, നല്ല മാങ്ങ തന്നെയാണ്. നന്നായി കായ്ക്കുകയും ചെയ്യാലോ. പക്ഷേ അനവധി മാങ്ങ കഴിക്കാൻ സാധിക്കില്ല മധുരം കൊണ്ടേ. എന്തായാലും നല്ല മാങ്ങയാണ്. ഇത്രയും പഴുക്കണ്ടെന്ന് മാത്രം. കുറച്ചും കൂടി പഴുപ്പ് കുറഞ്ഞിട്ട് കുറച്ച് കഴിക്കും, നല്ലതാണ്. ഇതിന് ഇത്തിരി പഴുപ്പ് അധികം ഉണ്ട് കേട്ടോ. 25 ബ്രിക്സൊക്കെ കാണിച്ചാലും അപ്പോൾ നമുക്കൊരു 22 കണക്കാക്കിയാൽ മതി. ഇത് ഇന്നലെ മുറിക്കേണ്ടതായിരുന്നു, മുറിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും അതിൻ്റെ രണ്ടും ഒരുമിച്ച് മുറിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം വെച്ചിട്ടായിരുന്നു. രണ്ടും ഒരേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. രണ്ടും സെയിം ടേസ്റ്റ്, കാര്യമായൊരു ഫ്ലേവറൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടിനും ഒരേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്.